ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഇറച്ചിയൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗരം മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നമ്മളിവിടെ ഒരു ഇത്തിരി എരിവിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഇനി 1 മണിക്കൂർ നമ്മളിതൊന്ന് മൂടി മാറ്റി വെക്കണം. ഇപ്പോൾ 1 മണിക്കൂറിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് വരുമ്പോൾ അതിലുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഞാനൊരു 4 വിസിലായപ്പോഴത്തേക്ക് എൻ്റെ ഇറച്ചിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓരോ കുക്കറിനും ഓരോ കണക്കാണ് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 30 ചുമന്നുള്ളി അരിഞ്ഞത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ഇറച്ചി എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ഇവിടെ 1/2 കിലോ ഇറച്ചി എടുത്തേക്കുന്നത് കൊണ്ടാണ് 30 ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇവിടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ച പൊടിയാണ്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ പച്ചമുളകൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇറച്ചി മിക്സ് ചെയ്ത് വെച്ചപ്പം സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല വെന്ത ഇറച്ചിയൊക്കെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാൻ മറക്കരുത്. എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകിയ ചാറാണ്. ചപ്പാത്തിയുടെയും ദോശയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും കപ്പയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇറച്ചിക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള
ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എത്ര ബീഫ് എടുക്കുന്നോ അതിനനുസരിച്ച്. നമ്മുടെ പൊടികളൊന്നും കൂടിപ്പോകാൻ പാടില്ല. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറിക്കൊരു കുത്തരി ചൊവയുണ്ടാവും. അതുകൊണ്ടിട്ടാണ് കൂടിപ്പോകാൻ പാടില്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കാൻ മറക്കരുത്. ഏത് കറിക്കും കറിവേപ്പില ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.